കണ്ടപ്പോ മനസ്സിലാവും നല്ല ഉഗ്രം മൂവി. ഈ വ്യക്തിയോട് എന്ത് വൈരാഗ്യം കാണിക്കുക ആൾക്കാരാണ്. നല്ലൊരു മൂവിയാണ്. ഈ വീഡിയോ അതേപോലെ കാണുന്ന പോലെ നല്ലൊരു ഇമോഷണലാണ്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, ഹാർട്ട് ടച്ചിങ് ആണ്, ആക്ഷൻ ഉണ്ട്, വയലൻസ് ഉണ്ട്, നന്നായി അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് തമിഴ് പറയുന്നുണ്ട്, നന്നായിട്ട് സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു മൂവി. ഇപ്പം നിങ്ങൾ ഈ യൂട്യൂബിൽ കണ്ടറിയാം, കുറച്ച് ഷോനുള്ള റിവ്യൂസ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ജനങ്ങൾ വന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അത് കണ്ടിട്ട് നിങ്ങളും കണ്ടല്ലേ പടം, നിങ്ങൾ തന്നെ വിലയിരുത്തുക, അത്രേ പറയാനുള്ളൂ. പടം കണ്ട് തീരുമാനിക്കുക, അല്ലാണ്ട് ഓരോ ചിലവന്മാർ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വിലയിരുത്തരുത്, അത്രേ പറയാനുള്ളൂ. സിനിമ കാണുമ്പോൾ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ ഞാൻ കാണുമ്പോൾ ചൈതന്യന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നു എന്ന് ചിന്തിക്കാൻ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു സിനിമ കണ്ട നല്ലൊരു ശതമാനം ആളുകൾക്കും അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വലിയ കാര്യമല്ലേ? താങ്ക് യു ബ്രോ, വലിയ കാര്യമാണ്. അത്രേ ഉള്ളൂ ബ്രോ. ഇന്നിപ്പോൾ ഫസ്റ്റ് ഡേ ആണ്, അതാണ് നൈറ്റ് ഷോ. ഞങ്ങളെല്ലാവരും നേരത്തെ പ്ലാൻ ചെയ്ത് ഇവിടെ എന്തെങ്കിലും ഒരു ബൂം ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് ഞാനും നമ്മുടെ ടീം മൊത്തമായിട്ട് വന്നത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ മീഡിയാസ് ജെന്യുവിനായ റിവ്യൂസ്, പടം ഞാൻ പറയണ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് സ്പ്രെഡ് ചെയ്യുക, അല്ലാണ്ട് വേറൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യരുത് ബ്രോ. ഒരുപാട് പറയണില്ല, പറഞ്ഞത് ചിലപ്പോൾ കണ്ണൊക്കെ അറിഞ്ഞു ബ്രോ, അങ്ങനത്തെ ഒരു സീനിലാണ് ഞാൻ നിൽക്കണത്. ഹെൽപ്പ് ചെയ്യുക ബ്രോ, എല്ലാവരും ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ജെന്യുവിനായത് സ്പ്രെഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. വലിയൊരു റിക്വസ്റ്റ് ആണ്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പറഞ്ഞല്ലോ, അതൊരു പർപ്പസ്ഫുള്ളി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ, ഞാൻ അങ്ങനെയൊന്നും പറയണില്ല ബ്രോ, നിങ്ങൾ ആലോചിക്കും. സാധാരണ ഇച്ചിരി ഈ സീൻ എന്ന് പറയുന്ന ആളോട് എന്തോ ഒരു വ്യക്തിപരം പോലെ എനിക്ക് തോന്നുന്നു ആൾക്കാർ. എന്തായാലും ഒരു കാര്യമുണ്ട് ബ്രോ, ദൈവമുണ്ട്, അത് നീതി തന്നെ നടപ്പിലാവുള്ളൂ, അതിൽ പൂർണ്ണമായ വിശ്വാസമുണ്ട് എനിക്ക്. ഈ പുള്ളിയുടെ ഫാദറിനെ പണ്ട് ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതുപോലെയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. നല്ലൊരു നടനാണ്, നല്ലൊരു മനുഷ്യനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, മാക്സിമം ജെന്യുവൻ റിവ്യൂസ് സ്പ്രെഡ് ചെയ്യുക, കൂടെ നിൽക്കുക, അത്രേ ഉള്ളൂ. നല്ല പടം ഒരിക്കലും ഫ്ലോപ്പ് ആവരുത്. എല്ലാവരും കയറി കാണുക. ഓക്കെ, താങ്ക് യു ബ്രോ. ബ്രോ ഗംഭീര റെസ്പോൺസാണ്, കിടിലം പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടച്ചിങ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാനൊന്നൊരു ഓഡിയൻസ് തോന്നിയത്. ഇവിടെ ക്ലാപ്സും വേണ്ടടുത്തെല്ലാം ഹൈപ്പും ഉണ്ടായിരുന്നു ഇന്നത്തെ ഷോ. നിങ്ങൾ ഞാനല്ലല്ലോ ഇത് പറയേണ്ട ഷോ. ഒന്ന് അവിടെ വന്നോ, കുറച്ച് അങ്ങോട്ട് വന്നോ, ആ സൈഡിൽ വന്നു, സാനിഫിൻ്റെ കൂടെ വന്നു. കലൈ ബ്രോ യൂട്ടോ, ഡോഗ് ബ്രോ കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം കണ്ടില്ല, എന്താ നിങ്ങൾക്ക് എന്താ തോന്നിയെന്നോ? നല്ല പടമല്ലേ, കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യും. നിങ്ങൾ തന്നെയാണ് നല്ല ന്യൂസ് എത്തിക്കേണ്ടതും, നിങ്ങൾ തന്നെയാണ് എന്നും കൂടെ ഉണ്ടായിട്ടുള്ളത്, നിങ്ങൾ തന്നെയാണ് ഇന്നും ഉണ്ടാവേണ്ടത്. മാക്സിമം ഹെൽപ്പ് ചെയ്യുക. കാര്യം പറഞ്ഞ പോലെ 31-ാം തീയതി ആയിരുന്നു, ഈ മാസം 31 പടം വെച്ചിരുന്നത്. പക്ഷെ അത് പൊങ്കലിന് വിളമുയർച്ചി മാറിയോണ്ട് പ്രീപോൺ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് മാർക്കറ്റിംഗ് ഇവിടെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, പോസ്റ്ററും ഫ്ലെക്സ് എല്ലാം കുറവാണ്. പക്ഷെ അതൊരു കുറവാക്കരുത്, നല്ലൊരു പടമാണ്, നിങ്ങളെല്ലാവരും കാണണം. ഇത്ര നല്ല പടമായിട്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ ഇതിനകത്ത് കുറച്ച് ആൾക്കാരെങ്കിലും നെഗറ്റീവ് പറയുന്നത്? എന്തുകൊണ്ട്, എന്താണെന്ന് അത് എന്താണെന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ എന്താണെന്നുള്ളത്. ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നവർ തോന്നുന്നുണ്ടോ? അതല്ലാന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തമിഴ്നാട്ടിൽ അടിപൊളി റെസ്പോൺസാണ്. അവിടെ ഇപ്പോൾ എന്തായാലും 80% മേളിൽ സീറ്റ് ഫില്ലിങ്ങും ഉണ്ട്. അവിടുത്തെ ഉള്ളതിൽ ഏറ്റവും ബെറ്ററായിട്ട് പരിപാടി പോകുന്നുണ്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ ആൾക്കാരിലേക്ക്, സാധാരണ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടില്ല. പറഞ്ഞ പോലെ കുറച്ച് പേരുടെ മാത്രമേ കിട്ടിയുള്ളൂ. അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. ആരും കുറ്റമൊന്നും പറയാനില്ല. എന്നാലും നിങ്ങൾ കാണുക, ജനങ്ങൾ കാണുക, തീരുമാനിക്കുക, അത്രേ ഉള്ളൂ. ഒരുപാട് നല്ല പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഈ പടവും കാണുക. ഒരു ടച്ചിങ് സ്റ്റോറിയാണ്, കാണുക. ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ്. மலையாளி ரொம்ப சந்தோஷமாக இருந்தது. கிளைமேக்ஸ் முடிஞ்சோடனே எல்லாரும் கிளாப் பண்ணாங்க தேட்டரில். வெரி ஹாப்பி. லைக் எல்லா படமும் ஜெயிக்கணும்னு தான், டு கெட் த சக்ஸஸ் ஒன்லி வி ஆல் டூ அ ஃபிலிம். ஸோ வெரி ஹாப்பி. ஃபைனலி எண்ட் ஆஃப் த டே ஆடியன்ஸ் அதை பார்த்து ப்ராப்பர் ரெக்கக்னேஷன் அந்த ஆடியன்ஸ் லைக் பண்ணால் தான் நமக்கு அதோட ரியல் சக்ஸஸ் அண்ட் ஹாப்பினஸ். அது பார்க்கும்போது இட்ஸ் வெரி குட் ரெஸ்பான்ஸ் ஹியர். தேங்க்யூ ஸோ மச். ஃபர்ஸ்ட் ஆஃப் ஆல் தேங்க்ஸ் டு ஆல் ஆஃப் யூ ஃபார் கம்மிங் ஃபார் த ஷோ. ரொம்ப நன்றி. லவ் யூ ஸோ மச். கண்டிப்பாக நீங்கள் எல்லார்ட்டையும் கொண்டு போய் யூ ஹாவ் டு ரீச் இட் டு த ஆடியன்ஸ். ஐ திங்க் சென்னை ஆல்சோ, தமிழ்நாடு ஆல்சோ பீப்புள் ஆர் லவ்விங் இட். ஸோ கண்டிப்பாக எல்லோரும் பாருங்கள், சப்போர்ட் பண்ணுங்கள், நிறைய பீப்புளுக்கு ரீச் பண்ணுங்கள்.
So many people will come and watch the film. Thank you so much. Thank you so much. Thank you. Love you all. എല്ലാവരും റിവ്യൂടെ നോട്ടാ. Thank you so much and the response super irundhathu. So thank you so much for all the Malayalam fans. I hope you all watch the film and you encourage us and love us. Thank you. Oh super, he's a very sweet co-actor, so it was lovely working with him. Sorry? Of course, Ish, Kumbalangi Nights, RDX, எல்லாம் நைஸாக இருக்கு. சூப்பர், ஆக்சுவலி அவங்க ரொம்ப நல்லா டான்ஸர், ஸோ எனக்கே கொஞ்சம் ப்ராக்டிஸ், ஐ ஹேட் டு ப்ராக்டிஸ் ஸோ மச் டு டான்ஸ். ஆமாம், இட் வாஸ் அ ஃபன் ஷூட். தேங்க்யூ.